ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു MTB സൈക്കിളിനെ കുറിച്ചാണ്. ഈ സൈക്കിളിൻ്റെ പേര് വാൾടെക്സ് 26 ട്രയൽ എന്നാണ്. ഇത് ഫുള്ളി അലോയ് സൈക്കിളാണ്. അലോയ് ആൻഡ് അലൂമിനിയമാണ് ഇത് കമ്പനി പറയുന്നത്. ഇത് വന്നിരിക്കുന്നത് 26 ടയർ സൈസാണ് വരുന്നത്. 18 ഇഞ്ച് ഫ്രെയിം സൈസുമാണ് വരുന്നത്. ഈ സൈക്കിളിൻ്റെ കളർ എന്ന് പറയുന്നത് മാറ്റ് ബ്ലാക്ക് വിത്ത് നിയോൺ ഗ്രീൻ ഗ്രാഫിക്സ് ആണ്. ആൻഡ് ഇതിൻ്റെ ഗിയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഷിമാനോ ടൂർണയാണ്. TX ഫ്രണ്ട് TZ30യും ബാക്ക് T50 7 സ്പീഡുമാണ് ഇതിനകത്ത്. 7x3 21 ആണ് ഇതിൻ്റെ ഗിയർ സിസ്റ്റം ഫുള്ള് പറയുന്നത്. ഇത് അത്യാവശ്യം ലൈറ്റ് വെയ്റ്റ് ആയ ഒരു സൈക്കിൾ തന്നെയാണ്. ഏകദേശം 14.78 ആണ് ഇതിൻ്റെ കിലോഗ്രാം പറയുന്നത്. ഫുൾ അലോയ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ വെയിറ്റ് തീരെ കുറവാണെന്നുള്ള കാര്യമായിരുന്നു. പിന്നെ ഇതിനകത്ത് ഓൾറെഡി ഷിമാനോ പവർ ചെയ്തിട്ടുണ്ട്. ഗിയർ സിസ്റ്റത്തിൻ്റെ എല്ലാത്തിൻ്റെ മിക്കതിലും ഷിമാനോ ആണെങ്കിൽ ഷിമാനോ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയാവുന്നത് ഇതിൻ്റെ കളർ തന്നെയാണ്. ഈ ഗ്രീൻ കളർ തന്നെ നല്ലൊരു എഫക്റ്റീവ് റിഫ്ലക്റ്റിനുള്ള കളറാണ്. ഇതിൻ്റെ ബ്രേക്ക് വരുന്നത് ഡിസ്ക് ബ്രേക്കായിരുന്നു. ബാക്കിലും ഫ്രണ്ടിലും വരുന്നത് സെയിം തന്നെയാണ്. പിന്നെ MTB ആയതുകൊണ്ട് തന്നെ ഈ സൈക്കിളിന് ഷോക്സും ഉണ്ട്. ഷോക്ക് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് ഷോക്കൊന്നുമില്ല, നോർമൽ ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷോക്കാണ് ഈ സൈക്കിളിനുള്ളത്. പിന്നെ ഇതിന് വേറെ ലോക്കും കാര്യങ്ങളൊന്നുമില്ല. ചില MTB സൈക്കിളിന് ലോക്ക് ഉണ്ടാകും റോഡിലൊക്കെ ചവിട്ടാൻ പോകുമ്പോൾ. സൈക്കിളിൻ്റെ സീറ്റ് അത്യാവശ്യം നല്ല കുഷ്യനുള്ള സീറ്റാണ്, നല്ല സോഫ്റ്റാണ്. ചവിട്ടുന്നതിന് വേറെ നമുക്ക് ബാക്ക് പെയിനോ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാകുന്നില്ല. ഇതുവരെ ചവിട്ടിയിട്ട് ഒരു അത്യാവശ്യം 10-20 കിലോമീറ്ററൊന്നും ചവിട്ടിയിട്ടും വലിയ വിഷയമൊന്നും ഉണ്ടായില്ല. വേറെ സൈക്കിളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റാണ് ഈ സീറ്റ്. ഇത് സൈക്കിളിൻ്റെ ഫ്രണ്ട് റെയറാണ്. 1 to 3 ആണ് അവർ പറയുന്നത്. ആൻഡ് ഇത് സെക്കൻഡ് വൺ 1 to 7 ആണ്. സൈക്കിളിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി ഇതിനകത്ത് തന്നെ ഉണ്ട്. കണ്ടാൽ നമുക്ക് കാണാം. ഫ്രെയിം 18 ആൻഡ് ടയർ 26 ആണ് ഇതിനകത്ത് വരുന്നത്. ഈ സൈക്കിളിൻ്റെ ഏകദേശം റേറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ മേടിക്കുമ്പോൾ 17,300 സംതിങ് ആയിരുന്നു. ഇതിനകത്ത് നമുക്ക് ആകെ കിട്ടിയിട്ടുള്ളത് ഇതാണ്. ബോട്ടിൽ കേജ് ആയിരുന്നു. പിന്നെ ഒരു ബെല്ലുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ലതല്ലാത്തതുകൊണ്ട് ഞങ്ങളൊന്നും ക്ലിയർ ചെയ്തായിരുന്നു. പിന്നെ ഇതിൻ്റെ കളറാണ് അടിപൊളിയായിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഗ്രീൻ ഗ്രാഫിക്സ് അടിപൊളി ഗ്രാഫിക്സാണ്. അതായത് രാത്രി നമുക്ക് കാണാൻ നേരത്ത് നല്ല റിഫ്ലക്ഷനുള്ള ഭയങ്കര ഗ്രാഫിക്സാണ്. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ അതിനകത്ത് ഇടാം. പിന്നെ ഇതിനകത്ത് 6061 അലോയ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ ഫുള്ള് വരുന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കാണാം 3 ഗിയറാണ് ടോപ്പ് വന്നിരിക്കുന്നത്. അതിൻ്റെ റയർ വന്നിരിക്കുന്നത് 7 ആണ്. നമ്മൾ പറയുന്നത് 3x7 ആണ്. അങ്ങനെ 21 ഗിയർ സൈക്കിളാണ്. നമുക്ക് കാണാം ടൂർണിയുടെ തന്നെ ഇത് എക്സ്ട്രാ വെച്ചിരിക്കുകയാണ് ഈ ഗാർഡ്. അതായത് നമുക്ക് സൈക്കിൾ എങ്ങോട്ടെങ്കിലും മറിയുവാണെങ്കിൽ ഒന്നും സംഭവിക്കാതിരിക്കുകയാണ് ഈ ഗാർഡ് വെച്ചിരിക്കുന്നത്. ഈ ഗാർഡ് എക്സ്ട്രാ ഒരു 50 റുപ്യ ആയിട്ടുള്ളൂ. നമ്മൾ അടുത്ത് തന്നെ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഫ്രണ്ട് ഡിസ്ക്കാണിത്. നമുക്ക് അത്യാവശ്യം നോർമൽ ബ്രേക്കിനേക്കാളും ഇച്ചിരിയും കൂടി നല്ലതാണെന്ന് പറയാമെന്നല്ലാതെ ഇതൊരു ഹൈഡ്രോളിക് ഡിസ്കോ അങ്ങനെയൊന്നുമല്ല, നോർമൽ ഡിസ്ക്കാണിത്. നമുക്ക് റെയറായിട്ടുള്ള നമ്മുടെ പഴയ ബ്രേക്കിനേക്കാളും ഇച്ചിരി കൂടി നന്നായിരിക്കുന്നു മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രേക്കിംഗ് ആണ് ഫ്രണ്ടിൽ നിന്നും കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ നിന്നും കിട്ടുന്നതും അതുപോലെ തന്നെയാണ്. സൈക്കിളിൻ്റെ ഓവറോൾ റിവ്യൂ എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്കൊരു 100-ൽ ഒരു 80 വരെ കൊടുക്കാം. ഞങ്ങൾക്ക് 2 പ്രോബ്ലമാണ് ഇതിനകത്ത് ഉണ്ടായത്. ഇത് ഞങ്ങൾക്ക് സെക്കൻഡ് സ്റ്റെമ്മാണിത്. ഞങ്ങളിത് ആദ്യം മേടിച്ചപ്പോൾ സ്റ്റെമ്മിന് ഇതിവിടെ ഒരു സ്ക്രൂവിന് ഇച്ചിരി വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ടുള്ള വർക്കല്ലായിരുന്നു. അതായത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് തന്നെയായിരുന്നു. നമ്മളവർ കമ്പനിയിൽ മെസ്സേജ് അയച്ച് പറഞ്ഞു, അവർ തിരിച്ചു തന്നതാണ്. 1 സ്റ്റെമ്മായിരുന്നു. 2 ഫ്രണ്ട് ഡിലെയർ എന്ന് പറഞ്ഞ് ഇതാണ്. ഈ ഒരു ഫ്രണ്ട് ഡിലെയർ കംപ്ലൈൻ്റ് ആയിരുന്നു. ഇത് ഇച്ചിരി ബെൻഡ് ആയതുകൊണ്ട് നമുക്കത് ചവിട്ടാൻ നേരത്ത് 3rd ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കുറേ സൗണ്ടൊക്കെ നമുക്ക് വരുമായിരുന്നു. അപ്പോൾ ഇത് രണ്ടും നമ്മളത് സൈക്കിൾ റീപ്ലേസ് ചെയ്ത് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു
റീപ്ലേസേഷൻ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ പാർട്സ് നമുക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് മാറിയത്. ഇതും ഈ സ്റ്റെമ്മും മാറിയത് അങ്ങനെയാണ്. പിന്നെ ഇതിനകത്ത് ഇത് കണ്ടോ, ഇത് നമ്മൾ തന്നെ അഴിച്ചഴിച്ച് കുറച്ച് ചെയ്യാൻ നോക്കി, റെഡിയാക്കാൻ നോക്കിയപ്പോൾ പറ്റിയതാണ്. ചെറിയ സ്ക്രാച്ചൊക്കെ വന്നത്, അങ്ങനെയാണ് ഒരു ടേപ്പ് ഒട്ടിച്ചേക്കണത്, കാണാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഈ സൈക്കിൾ മേടിച്ചത് നമ്മുടെ ഓൺലൈനിൽ നിന്ന് തന്നെയാണ് മേടിച്ചേക്കുന്നത്. ചൂസ് മൈ ബൈസൈക്കിൾ എന്ന് പറഞ്ഞൊരു സൈറ്റാണ്. അതിനകത്ത് വഴിയാണ് നമ്മൾ ഈ സൈക്കിൾ മേടിച്ചിരിക്കുന്നത്. സൈക്കിളിൽ ഓൺലൈൻ മാത്രമാണ് അവൈലബിൾ ആവുന്നുള്ളൂ. നമ്മൾ എക്സ്ട്രാ ചെയ്തൊരു ഇതാണ്, ബാക്ക് ലൈറ്റാണ്. നമ്മൾ എക്സ്ട്രാ ഒരു 250 രൂപയോളം മുടക്കി വേറെ മേടിച്ചതാണ്. അതുപോലെ നമ്മൾ ഒരു ഫ്രണ്ട് ലൈറ്റും ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ രാത്രി നൈറ്റ് റൈഡ് പോകുമ്പോൾ മാത്രമേ അത് വെക്കാറുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ആണ് വെച്ചിട്ടില്ല. പിന്നെ ഈ സൈക്കിളിൻ്റെ മെയിൻ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും പഞ്ചറോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്കിത് ക്വിക്ക് റിലീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ കാണാം, നമുക്കിത് തിരിച്ച് ഇവിടെ റിലീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ബാക്കിൽ നോർമലായിട്ടൊരു നട്ടാണ്. ഇതിനകത്ത് ധൂം നട്ട് എന്നാണ് പേര്. ബാക്ക് 2 സൈഡിലും ധൂം നട്ട് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് സീറ്റിന് ക്വിക്ക് റിലീസാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. വരേണ്ടത് ഏകദേശം ഇതെന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഹിപ്പാണ് വരേണ്ടത്. അതാണ് നമ്മുടെ സീറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് നമുക്ക് മാറി ഓടിക്കുമ്പോൾ മാറി ചേഞ്ച് ചെയ്യാൻ എളുപ്പം വരുന്നു. അത് നല്ലൊരു കാര്യം തന്നെയാണ് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം മിക്ക സീറ്റും ക്വിക്ക് റിലീസ് തന്നെയാണ്. നമ്മളെ വീഡിയോ അവസാനിക്കുകയാണ്. നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും തെറ്റുറ്റം പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബിന്ദ ബിന്ദമാകും